ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസ്റ്റഗ്രാമിലെല്ലാം വൈറലായിട്ടുള്ള ഈ ഒരു ബർത്ത്ഡേ പോസ്റ്റ് ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിഗിനർ ട്യൂട്ടോറിയലാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ സ്റ്റെപ്സും പറഞ്ഞിരുന്നത്. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ഞാനിവിടെ ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലാണ്, പി സിയിലാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ മൊബൈലിൽ പിക്സാർട്ട് പോലെയുള്ള ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്സിലാണ് ചെയ്യുന്നത് എങ്കിൽ കൂടി തന്നെ ഞാനിവിടെ പറയുന്ന മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് അതിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ getitpc.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഫയൽ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ എന്ന് കാണാനായിട്ട് സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെ നമുക്ക് നമ്മുടെ ക്യാൻവസിൻ്റെ പിക്സൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം. സോ ഇൻസ്റ്റഗ്രാമിൻ്റെ മാക്സിമം പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1080x1350 ആണ്. സോ നമുക്കത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ അമർത്താം. ഇപ്പോൾ നമുക്കിവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ക്യാൻവസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലായിരിക്കും നമ്മൾ ഇനി എല്ലാ എഡിറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇമേജ്. ഇത് ഞാൻ എൻ്റെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു ഇമേജ്, റോ ഇമേജ് ഞാൻ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇമേജ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ഫയൽ മാനേജറിൽ നിന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ക്യാൻവസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കിവിടെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ക്രീന് ക്യാൻവസ് ഒന്ന് ഫില്ലാവുന്ന രീതിയിലൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ പഴയ വേർഷൻസാണ്, ഫോട്ടോഷോപ്പിൻ്റെ പഴയ വേർഷൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ റീസൈസ് ചെയ്യുക. കാരണം ഷിഫ്റ്റ് അമർത്തിയാൽ മാത്രമേ പഴയ വേർഷൻസിൽ ഇതുപോലെ പ്രൊപ്പോർഷണലി റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ പുതിയ വേർഷൻസാണ് എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അമർത്തേണ്ട ആവശ്യമില്ല. പുതിയ വേർഷൻസ് ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ അൺപ്രൊപ്പോർഷണലി ആയിരിക്കും റീസൈസ് ആവുന്നത്. സോ നിങ്ങൾ പുതിയ വേർഷൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് അമർത്താതെ തന്നെ നിങ്ങൾക്ക് വെറുതെ ഡ്രാഗ് ചെയ്തിട്ട് റീസൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്ക്രീന് ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ചെരിവ് നമുക്ക് കൊടുക്കാം, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾ റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എൻറ്റർ പ്രസ് ചെയ്യാം. സോ നമ്മുടെ ഇമേജ് അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ ടെക്സ്റ്റ് ടൂളിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്യാൻവസിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൊടുക്കേണ്ട ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോയിൽ പോവുക. എന്നിട്ട് ക്യാരക്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത് അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ക്യാരക്ടേഴ്സും എല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈസും ഇതിൻ്റെ കേണിങ്ങും ലെറ്ററിൻ്റെ സ്പേസിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇതിൽ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് വിസെൻസ എന്ന് പറയുന്ന ഫോണ്ടാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ സൈസും കേണിങ്ങും എല്ലാ കാര്യങ്ങളൊന്നും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസും സൈസും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മളിവിടെ ടെക്സ്റ്റ് വെച്ചത് അതിൻ്റെ ആ സൈസ് ഒന്ന് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല കിടക്കുന്നത്. സോ നമുക്ക് ഈ പിക്ചർ ഒന്ന് റീസൈസ് ചെയ്യാനുണ്ട് അല്ലേ. സോ നമുക്ക് ഈ പിക്ചർ സെലക്ട് ചെയ്യാം. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ലെയർ പാനലിൽ പോയിട്ട് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം Ctrl+T അമർത്തുക. Ctrl+Command+T അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നുകൂടി റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമ്മുടെ ക്യാൻവസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ അമർത്തിയാൽ മതി. സ്പേസ് ബാർ അമർത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഹാൻഡ് ഐക്കൺ വരും. സോ ഈ ഹാൻഡ് ഐക്കൺ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് റീസൈസ് ചെയ്തെടുക്കാം. സോ നമ്മളിതൊന്ന് റീസൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ എക്സസ് ആയി കിടക്കുന്നതിൽ കാണാനായിട്ട് സാധിക്കും. സോ അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ലെയർ പാനലിൽ പോയിട്ട് നമ്മുടെ ഈ ലെയർ ഒന്ന് റാസ്റ്ററൈസ് ചെയ്തെടുക്കുക. സോ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റാസ്റ്ററൈസ് ലെയർ പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അന്ന് ക്ലിക്ക് ചെയ്യാം. സോ നമ്മളിത് ലെയർ റാസ്റ്ററൈസ് ആയിട്ടുണ്ട്. ഇത് റാസ്റ്ററൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ലെയർ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഈ ഒരു ഐക്കൺ വന്നു കഴിഞ്ഞാൽ അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെന്നർത്ഥം. ഈ ലെയർ സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാൽ
നമുക്ക് ഇതിൽ ഒരു ചേഞ്ചസും വരുത്താനായിട്ട് സാധിക്കില്ല. ഇതിലൊന്ന് ആഡ് ചെയ്യാനോ, അതായത് ലെയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാനോ അതോ കളയാനോ ആയിട്ട് സാധിക്കില്ല. സോ ലെയറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ റാസ്റ്ററൈസ് ചെയ്തേ മതിയാവും. സോ നമ്മൾ ആദ്യം ലെയർ ഒന്ന് റാസ്റ്ററൈസ് ചെയ്യുക, എന്നിട്ട് ഈ ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. സോ അതിനായിട്ട് ഇവിടെ ലാസോ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. സോ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോളിഗണൽ ലാസോ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണിത്. സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതായത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. സോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒരു സെലക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും സെലക്ട് ചെയ്യണം അല്ലേ. സോ അതിൻ്റെ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെലക്ഷനിലേക്ക് ആയിരിക്കും നമ്മൾ പുതിയ ഉണ്ടാക്കുന്ന സെലക്ഷൻ ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. നമുക്കിവിടെ 2 സെലക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിത് ഒന്ന് ഫില്ല് ചെയ്യണം. സോ അതിനായിട്ടുള്ള ഓപ്ഷനാണ് കണ്ടൻറ്റ് അവെയർ ഫിൽ. സോ നിങ്ങൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടൻറ്റ് അവെയർ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അതൊന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് സെറ്റിങ്സിൽ ജസ്റ്റ് ഓട്ടോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി കണ്ടോ. സോ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ പിക്ചറിലുള്ള കണ്ടൻറ്റ് വെച്ച് തന്നെ അവിടെ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കുക, എന്നിട്ട് ഓക്കെ അമർത്തുക. ഇനി നമ്മുടെ ഈ സെലക്ഷൻ ഒന്ന് ഡീസെലക്ട് ചെയ്യാനായിട്ട് Ctrl+Command+D അമർത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ ഡീസെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് എഫക്ട്സും കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ടെക്സ്റ്റിന് നമുക്കൊരു റെഡ് ഗ്രേഡിയൻ്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ലെയർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ലെയറിൻ്റെ ഒരുപാട് സ്റ്റൈൽസും പ്രോപ്പർട്ടീസും വരുന്നുണ്ട്. സോ ഇതിൽ നമുക്കിവിടെ ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ അതൊന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഗ്രേഡിയൻ്റ് എഡിറ്റർ. സോ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഏത് ഗ്രേഡിയൻ്റാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രേഡിയൻ്റ് നമുക്കിവിടെ കൊടുക്കാം. സോ നമുക്ക് ഇവിടെ അമർത്തിയതിന് ശേഷം നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാം. സോ ഈ നമുക്കൊരു റെഡ് കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളൊരു ലൈറ്റ് റെഡിഷ് ഒരു കളർ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ അതേ റെഡിൻ്റെ അതേ ഡാർക്കർ വേർഷൻ നമുക്ക് കൊടുക്കാം. ഈ ഒരു റേഞ്ചിൽ വരുന്നൊരു കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കാം. സോ നമുക്കിവിടെ ടെക്സ്റ്റിന് ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഒട്ടും കാണുന്നില്ല അല്ലേ. ടെക്സ്റ്റ് ഇതിൻ്റെ പിന്നിലുള്ള ഇത് കാരണം നമുക്ക് ഒന്നും കാണുന്നില്ല, ഇമേജിലത്തെ ആ കണ്ടന്റ് കാരണം ഒന്നും കാണുന്നില്ല. സോ നമുക്ക് ഒരു ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും, ടെക്സ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. സോ അതിനായിട്ട് നിങ്ങൾ ഇമേജ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ ഇമേജ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അടിയിൽ ഒരുപാട് ഐക്കൺസ് കാണാൻ സാധിക്കുന്നില്ലേ. സോ ഇതിൽ ഈ ഐക്കൺ, ഇതാണ് ന്യൂ ലെയർ ഐക്കൺ. ഈ ഐക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ ലെയർ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ബ്രഷ് ടൂൾ. സെലക്ട് ചെയ്തതിന് ശേഷം കളർ നിങ്ങൾ ബ്ലാക്ക് ആക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് വരണം. സോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്ലാക്ക് ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റിലുള്ള ഈ ഒരു ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇനി നമുക്ക് ഈ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ഇവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സോ സൈസ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ബ്രാക്കറ്റ് കീസ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് കുറയ്ക്കാം. ഈ ഒരു ലെഫ്റ്റ് ബ്രാക്കറ്റ് കീ അമർത്തിയാൽ സൈസ് കുറയ്ക്കാം. ഈ റൈറ്റ് ബ്രാക്കറ്റ് കീ അമർത്തിയാൽ നിങ്ങൾക്ക് സൈസ് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒപ്പാസിറ്റി ഒരു 80 or 75 ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് വിസിബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഷാഡോ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോൾ നന്നായിട്ട് വിസിബിൾ ആവുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടെക്സ്റ്റ് കൂടി നമുക്ക് ഇതിൻ്റെ മേലായിട്ട് കൊടുക്കാം. സോ അതിനായിട്ട് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ ജസ്റ്റ് ക്യാൻവസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പർട്ടീസിൽ പോയിട്ട് എല്ലാ സൈസും കേണിങ്ങും സ്പേസിങ്ങും എല്ലാം സെലക്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ ഉപയോഗിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഗൗതം എന്ന് പറയുന്ന ഫോണ്ടാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് അലൈനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ ഒരു റെഡിഷ് ടോണിലേക്ക് ആക്കിയെടുക്കണം. സോ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ഈ ഇമേജ് സെലക്ട് ചെയ്യുക.
ലെയർ പാനലിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടിയിലുള്ള ഈ ഐക്കൺസിൽ പോയിട്ട് ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ബട്ടൺ. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിൽ നിങ്ങൾ ഗ്രേഡിയൻ മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രേഡിയൻറ്റ് എഡിറ്റർ കിട്ടും. സോ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേഡിയൻറ്റ് ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രേഡിയൻറ്റ് കളർ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെയുള്ള കളർ, ഇവിടെ ഏത് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഷാഡോസിലും, ഇവിടെ നമ്മൾ കൊടുക്കുന്ന കളർ ഹൈലൈറ്റ്സിലും ആയിരിക്കും. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബ്ലാക്കും വൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഷാഡോസിൽ ബ്ലാക്ക് തന്നെ മതി. നമുക്ക് ഹൈലൈറ്റ്സിൽ നമുക്ക് റെഡ് കളർ നമുക്ക് കൊടുക്കാം. സോ ഇതിൽ കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ റെഡ് ആക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. സോ ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ വളരെയധികം ഹാർഷായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്കിത് ഇത്ര ഹാർഷായിട്ട് വേണ്ട. സോ അതിനായിട്ട് നമ്മൾ ഈ ഗ്രേഡിയൻ മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലെയർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലെൻഡിഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ അടിയിലത്തെ അണ്ടർലൈൻ ലെയർ എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡറിൽ, റൈറ്റിലുള്ള ഈ സ്ലൈഡറിൽ അതിൻ്റെ ഈ ഒരു ബട്ടണിൽ നിങ്ങൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് അമർത്തുക. സോ അതെന്തായി, അത് സ്പ്ലിറ്റായി അല്ലേ. ഇനി സ്പ്ലിറ്റ് ആയതൊന്ന് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഏതാണോ ബെസ്റ്റ് റിസൾട്ട്സ് വരുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സിലുള്ള ആ റെഡ് കുറച്ച് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ആ എഫക്റ്റിൻ്റെ ഹാർഷ്നെസ് ഒന്ന് കുറഞ്ഞ് കിട്ടും. അതിനാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. സോ ഇപ്പോഴും ആ എഫക്റ്റ് വളരെ ഹാർഷായിട്ടാണ് ഉള്ളത്. സോ അതൊന്ന് കുറയ്ക്കാനായിട്ട് ജസ്റ്റ് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഒരുപാട് ഡാർക്കായി പോയി അല്ലേ. സോ അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഐക്കണിലേക്ക് പോവുക. എന്നിട്ട് എക്സ്പോഷർ എന്ന് പറയുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതൊന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പോഷർ ഒന്ന് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് സബ്ജക്റ്റിൻ്റെ പിന്നിലായിട്ടൊരു ഗ്ലോ നമുക്ക് കൊടുക്കാം. സോ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ഇമേജ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്വിക്ക് സെലക്ഷൻ ടൂളിലേക്ക് പോവുക. സോ ഇതാണ് നമ്മുടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഇതിൽ പോയതിന് ശേഷം ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ സബ്ജക്റ്റിനെ 1 ക്ലിക്കിനുള്ളിൽ സെലക്ട് ആയിട്ട് കിട്ടും. സോ ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ട് കുറച്ച് പാർട്സ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ആയിരിക്കുന്നത്. സോ ഈ പാർട്ടൊന്നും നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ആയിട്ടില്ല. സോ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളൊന്നും ഇവിടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ കൊണ്ട് തന്നെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഫിക്സ് ആയിക്കോളും. ഇനി നിങ്ങൾ Ctrl+J അമർത്തുക. അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്ത ഈ ഒരു ലെയർ, ആ സബ്ജക്റ്റിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തത് ഒരു പുതിയ ലെയറായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ പുതിയ ലെയർ ഉണ്ടാക്കിയതിൻ്റെ അടിയിലത്തെ ഒറിജിനൽ ലെയറില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മളൊരു ന്യൂ ലെയർ ഉണ്ടാക്കുക. എന്നിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം കളർ റെഡ് ആക്കുക. സോ ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, കളർ പിക്കർ വരും. സോ അതിൽ നിങ്ങൾ റെഡ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് സബ്ജക്റ്റിൻ്റെ പിന്നിലായിട്ട് ആ ഒരു ഗ്ലോ നമുക്ക് കൊടുക്കാം. സോ അതിനായിട്ട് തന്നെ നിങ്ങൾ ഈ ലെയറിൻ്റെ ബ്ലെൻഡ് മോഡ് നിങ്ങൾ ലിനിയർ ഡോട്ട്സ് ആഡ് ആക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ലിനിയർ ഡോട്ട്സ് ആഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒപ്പാസിറ്റി ഒരു 100% ആക്കിയതിന് ശേഷം സൈസ് എല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മുടെ പിന്നിലായിട്ടൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്ലോവിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരുന്നതും കൂടി ആഡ് ചെയ്യണം. സോ അതിനായിട്ട് നിങ്ങൾ സബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഈ ന്യൂ ലെയർ ഐക്കൺ വീണ്ടും അമർത്തുക. ഇനി നമുക്ക് ഈ ഗ്ലോ വേണ്ടത് സബ്ജക്റ്റിൻ്റെ മേത്ത് മാത്രമല്ലേ, നമുക്കിതിന് പുറത്തേക്ക് വേണ്ട. സോ അതിനായിട്ട് നിങ്ങൾ ഈ ന്യൂ ലെയർ, ഈ പുതിയ ഉണ്ടാക്കിയ ലെയർ ഈ സബ്ജക്റ്റിലേക്ക് നമുക്ക് ക്ലിപ്പ് ചെയ്യണം. സോ ക്ലിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ 2 ലെയേഴ്സിൻ്റെ ഇടയിൽ അമർത്തി കഴിഞ്ഞാൽ ഈ ലെയർ നമുക്ക് ഇതിലേക്ക് ക്ലിപ്പായിട്ട് കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ആ സബ്ജക്റ്റ് ലെയറിന് മാത്രമായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഈ ലെയർ നേരത്തെ പോലെ തന്നെ ലീനിയർ ഡോട്ട്സ് ആഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലെൻഡ് മോഡിലേക്ക് ആക്കാം. അതിനുശേഷം സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ്സ് ഒന്ന് കൊടുക്കാം. സോ ജസ്റ്റ് ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഒപ്പാസിറ്റി കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് ഇതുപോലെയുള്ള ഒരു ഗ്ലോ കൊടുക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ഏറ്റവും മേലെയുള്ള ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് പുതിയ ലെയർ വീണ്ടും ന്യൂ ലെയർ ഉണ്ടാക്കുക. എന്നിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡ് കളർ തന്നെയാണല്ലോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലെയർ നേരത്തെ പോലെ തന്നെ ലീനിയർ ഡോട്ട്സ് ആഡിലേക്ക് ബ്ലെൻഡ് മോഡ് മാറ്റുക. എന്നിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ഗ്ലോ ആക്കി കൊടുക്കാം. ഒപ്പാസിറ്റി നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഒരു 50-55% ആ ഒരു റേഞ്ചിൽ നമുക്ക് വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ
ഇനി ഒരു ഫിനിഷിങ് ടച്ചിനായിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ നമുക്കൊരു ന്യൂ ലെയർ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് സൈസ് ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഈ റെഡിൻ്റെ ഒന്നുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് കളർ കൊടുക്കാം. എന്നിട്ട് വീണ്ടും ലീനിയർ ഡോട്ട്സ് ആഡ് മോഡിലേക്ക് തന്നെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഗ്ലോസ് ടെക്സ്റ്റിലേക്ക് കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ന്യൂ ലെയർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സൈഡിൽ ഇതുപോലെയുള്ള കുറച്ച് ഗ്ലോസ് ആഡ് ചെയ്യാം. പിന്നെ ഡോട്ട്സ് ആഡ് ആക്കുക. എന്നിട്ട് നമുക്ക് സൈഡിൽ ഇതുപോലെ കുറച്ച് ഗ്ലോസ് വെറുതെ കൊടുക്കാം. സോ നമ്മുടെ എഡിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ഫിനിഷിംഗ് ടച്ചിനായിട്ട് നമുക്ക് ഇതിലേക്കൊരു ഡസ്റ്റ് ഓവർലേ നമുക്ക് ആഡ് ചെയ്യാം. സോ ഈ ഒരു ഓവർലേ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇടാം. സോ നമുക്ക് ഈ ഒരു ഡസ്റ്റ് ഓവർലേ ഒന്ന് റീസൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ഡിക്രീസ് ചെയ്തിട്ടും കൊടുക്കാം. 20-25 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത് കളർ ഗ്രേഡ് ചെയ്യലാണ്. സോ അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലൈറ്റ് റൂം മൊബൈലിലോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഫോട്ടോഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സോ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ക്യാമറ റോ ഫിൽറ്റർ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. സോ അതിനായിട്ട് നമുക്ക് ഈ ലെയേഴ്സ് എല്ലാം കൂടി മേഴ്സ് ആക്കിയിട്ട് ഒരു ഒറ്റ ലെയർ ആക്കണം. സോ അതിനായിട്ട് നിങ്ങൾ Alt Ctrl Shift E അമർത്തുക. സോ നമുക്കിവിടെ ഒരു ലെയർ ആയിട്ട് മേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ലൈറ്റ് റൂമിലുള്ള പോലെ തന്നെ എല്ലാ കളർ ഗ്രേഡിങ്ങിൻ്റെ ഓപ്ഷൻസും ഇവിടെ കിട്ടും. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ടെക്സ്ചർ ആൻഡ് ക്ലാരിറ്റി എപ്പോഴും കൂട്ടി വയ്ക്കും. സോ അത് കൂട്ടി വയ്ക്കുമ്പോൾ ഇമേജ് ഒന്നുകൂടി ഒന്ന് പോപ്പപ്പായി നിൽക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. സോ അത് രണ്ടും എപ്പോഴും കൂട്ടി വയ്ക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ, ഇത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സ്റ്റോറി ഇട്ടിട്ട് എന്നെ മെൻഷൻ ചെയ്യുക, ഞാൻ റീമെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റിൻ്റെ ഇതുപോലെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് ആൻഡ് ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.